നല്ല മിസ്റ്റ് ഉണ്ട്. നല്ല മിസ്റ്റ് ഒന്നും ഇല്ല, കുറച്ച് മിസ്റ്റേ ഉള്ളൂ. കുറച്ച് മിസ്റ്റ് ഉണ്ട്. അത് വെള്ളോ കാണുന്നത്? ഇത് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് ഒക്കെ ഷൂട്ടിംഗ് ചെയ്ത സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഞാൻ കാണിച്ചുതരാം. സൂപ്പർ പല്ലി. ഈ ഏത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്? മൂന്നാറിലേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിലൂടെ നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം സ്റ്റേ, അതുപോലെ തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഏതൊക്കെ ലൊക്കേഷനിൽ പോകണമെന്നൊക്കെ ഞാനൊരു ലോക്കൽ ഗൈഡ് പോലെ ഈ ഒരു വ്ളോഗിൽ കൂടെ പറഞ്ഞു തരും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു വ്ളോഗ് മുഴുവനായിട്ടും കാണണേ. നമ്മൾ വ്ളോഗ് തുടങ്ങി. രാവിലെ 5 മണിയായപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 1-1:30 ആയപ്പോഴത്തേക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു അന്നപൂർണ്ണ വെജ് റെസ്റ്റോറൻറ്റ്, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് മൂന്നാറിലും വരുന്നത്. അതൊരു യാഥാർത്ഥ്യം. ഗൈസ്, നമ്മളിപ്പോൾ അന്നപൂർണ്ണ പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൽ നല്ല അടിപൊളി മീൽസ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാറിൽ വരുന്നവർ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കാരണം ഇത്രയും അടിപൊളി മീൽസ് വേറെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് അടിപൊളി മീൽസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. കണ്ണാടി എവിടെ ഇല്ല? ഇത് കഴിച്ചിട്ട് എല്ലാവരും വരുന്നുണ്ട്. ചുറ്റുമണിയാ നീ എടുക്കണോ? നിന്നെ കാണിക്കട്ടെ. നല്ല പല്ല്, സൂപ്പർ പല്ല്. ഈ ഏത് പേസ്റ്റാ ഉപയോഗിക്കുന്നത് താങ്കൾ? ഏത് പേസ്റ്റാണ് താങ്കളുടെ പല്ലിൽ? പുഴുണ്ടോ? ഇല്ലേ? പാവം. മൂന്നാറിലോട്ട് വരുന്ന സമയം നിങ്ങൾക്ക് വരുന്ന വഴിക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ് അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് വയറ് നിറച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല അടിപൊളി വെജ് റെസ്റ്റോറൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും അടിപൊളി വെജ് മീൽസ് ആയിരുന്നേ. അങ്ങനെ നമ്മളിതാ ഇനി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് പോവുകയാണ്. ഇത് SN ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഇവരുടെ തന്നെ പുതിയ ഒരു ഹോം സ്റ്റേ അവർ തൊട്ട് മുകളിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയത്. എന്ത് പറയാനാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ SN ഹോളിഡേയ്സ് ധൈര്യമായിട്ട് വന്നോളൂ, ഞാൻ ഗ്യാരണ്ടി. കാരണം വെറും ഒരു റൂമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു 2000-നകത്ത് നമുക്ക് ഇത്രയും നീറ്റായിട്ട് എല്ലാം മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു റൂം ഇത്രയും ചീപ്പായിട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ. ഞാൻ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം നമ്മൾ വേറെയും ഹോം സ്റ്റേ ഒക്കെ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ റൂമൊക്കെ ഒന്ന് കണ്ടു നോക്ക്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ വച്ചിരിക്കുന്നതാണ്. അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു 2000-നകത്ത്, 2000 വരൂല, ഞാൻ പറയുന്നത് 2000-നകത്താണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ മൊത്തം 3 റൂമാണ് എടുത്തിരുന്നത്. 3 റൂമും അത്യാവശ്യം വലിപ്പമുള്ള റൂമായിരുന്നു. നിന്റെ റൂം അടിപൊളി. ഇത് വലുത് കേട്ടാ ആദ്യം. അപ്പോൾ വലുത് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു. മഴ അറിയിക്കാം. ചെറുതായിട്ട് മഴ പെയ്തേട്ടാ. അതാണ് ചെറുത്. എവിടെ ചായക്കട? എവിടെ? ഇത് ലെഫ്റ്റ് സൈഡാ. ഇതേ ചായക്കടയോ? എവിടെ വേണമെങ്കിലും പോവാല്ലേ? ഇവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്കൊക്കെ വേണമെങ്കിൽ വാങ്ങാണ്ട. അങ്ങനെ നമ്മൾ യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്.
എനിക്ക് എന്ത് പറയാനാണ്, ഈ ഒരു ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് എല്ലാ കടകളും ഉണ്ട്, അവൈലബിൾ ആണ്. ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ബേക്കറി ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ചായ കുടിക്കാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് അത്യാവശ്യത്തിന് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും സൗകര്യമുള്ള ഒരു ഹോം സ്റ്റേ തന്നെയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് SN ഹോളിഡേയ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ക്ഷീണമൊക്കെ മാറ്റി ചായയൊക്കെ കുടിച്ച് റെഡിയായിട്ട് ഇനി നമ്മൾ ഒരു യാത്ര പോവുകയാണ്. വേറൊന്നുമല്ല, ഇന്നിപ്പോൾ രാത്രിയായി. നമ്മൾ റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം യാത്ര എന്താണ്, നമ്മൾ മൂന്നാറിലോട്ടൊക്കെ വരുമ്പോൾ ഒരു ദിവസം നമുക്ക് യാത്രയ്ക്ക് തന്നെ വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ തൽക്കാലം മൂന്നാർ ടൗൺ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയി ഇനി ഡിന്നർ കഴിക്കാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയത് ക്വീൻസ് റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ ആൻറ്റി നല്ല അടിപൊളി ചായയൊക്കെ ഇട്ട് തരും. പിന്നെ അവിടെ മീൽസൊക്കെ അവൈലബിൾ ആണ്. ഡിന്നർ ആണെങ്കിലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അവൈലബിൾ ആണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മൂന്നാർ ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അൽ ബുഹാരിയിൽ കയറി ആദ്യം കുറേ നേരം അവിടേക്കൊന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ അൽ ബുഹാരിയിൽ വന്നിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് എന്ത് പറയാനാണ്, ആവറേജ് ആണെന്ന് പറയാം. എനിക്ക് അത്ര അടിപൊളി എന്ന് പറയാനില്ല, ആവറേജ് ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഫുഡ് തന്നെയാണ്. മൂന്നാറിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് കിടന്നുറങ്ങി. തൊട്ടടുത്ത ദിവസം നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. അതായത് രാവിലെ 5 മണിയാകുമ്പം റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പറഞ്ഞത് വേറെ ആരുമില്ല, ഹോട്ടലിൽ നമ്മൾ ഈ താമസിക്കുന്ന ഹോട്ടലില്ലേ അവിടുത്തെ ആൾക്കാർ തന്നെ നമുക്കൊരു ജീപ്പ് അറേഞ്ച് ചെയ്ത്, 2 ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു 5:30 വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 5 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് റെഡിയായി. ഇനി നമ്മൾ ഇവിടെ നിന്ന് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാടും മലകളും ഒക്കെ കടന്നത് ആ സൺറൈസ് കാണാൻ വേണ്ടി എത്തി. പക്ഷേ അതൊരു കോമഡി ഉണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് എന്തോ നമ്മളിന്ന് വന്ന ദിവസം അത്ര നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ മൂന്നാറിൽ വന്നത് ഈ വ്ളോഗ് ഇടുന്നതിന് ഒരു 1 വീക്ക് മുന്നേ ആണ് കേട്ടോ. അപ്പം അവിടെ ഭയങ്കര രീതിയിലുള്ള തണുപ്പൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആരും വരണ്ട എന്ന് പറയാൻ അത്രയ്ക്ക് മോശമായുള്ള ക്ലൈമറ്റൊന്നുമല്ല, നല്ല വരാൻ പറ്റിയ ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ജീപ്പിൽ കയറി സൺറൈസ് കാണാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. അപ്പം നമ്മളെ കൊണ്ടുവന്ന അങ്കിൾ തന്നെ പറഞ്ഞു ഇവിടുന്ന് ചായ കുടിക്കാൻ, കാരണം രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ചായയും പിന്നെ പിള്ളേർക്ക് ഡോണറ്റ്സൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് സൺറൈസ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ മുത്തുവിനും ഹാർബൂനും ഒക്കെ തണുക്കുന്നുണ്ട്. മുത്തു ആണെങ്കിൽ നല്ല തണുക്കുന്നുണ്ടേന്നും പറഞ്ഞ് അവിടെ മിണ്ടാതിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ആനക്കുളം പോകാമെന്ന് ഒരു പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ ആനക്കുളത്ത് ഇവരുടെ വിചാരം നമ്മൾ ആനക്കുളത്ത് പോയി ആനയെ കാണാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. അതുകൊണ്ട് ആനയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആനക്കുളത്ത് നമുക്ക് ഉച്ചയ്ക്ക് പോകാമെന്നൊക്കെ. മച്ചി നമ്മൾ എവിടെ വന്നാ പറ, മച്ചി എവിടെ വന്നു പറ പറ സൺറൈസ് കാണാൻ വന്നിട്ട് എവിടെ? സണ്ണില്ലേ? സണ്ണെവിടെ? സൺറൈസ് എമ്മറ കൊണ്ടുപോയാറ് ജാറ് ഉമ്മ ഒന്നും മിണ്ടണില്ല. ജാറു സംസാരിക്കും. ഇവിടെ വന്ന് നമ്മൾ എന്തിനു വന്നു? നമ്മൾ നിൽക്കുന്നത് പൊന്മുടിയാണ്. ഇത് പൊന്മുടിയാ പറയുന്നത്? മൂന്നാറിലെ പൊന്മുടിയാണ്. ഇവിടെ മോർണിംഗ് സൺറൈസ് കാണും. ഇന്ന് വന്നിട്ടില്ല ഭാഗ്യം വെച്ചാൽ, പക്ഷേ നല്ല മിസ്റ്റ് ഉണ്ട്. നല്ല മിസ്റ്റ് ഒന്നും ഇല്ല, കുറച്ച് മിസ്റ്റ് ഉണ്ട്. മിസ്റ്റേ ഇല്ല. ഇപ്പൊ കഴിഞ്ഞു. സമയത്തായി 7 മണിയാവാൻ പോകുന്നോണ്ട് കുറഞ്ഞു. ഉമ്മച്ചി ഒന്നും മിണ്ടണില്ലേ? ഉമ്മ ഉമ്മ ഇങ്ങനെ ആക്ഷൻ ഉള്ളി തിരിഞ്ഞു നിൽക്കണേ. അങ്ങനെ നമ്മൾ സൺറൈസ് കാണാൻ പറ്റാത്ത വിഷമത്തിൽ അതാ ജീപ്പിൽ കയറി തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. ഇതൊരു 4 മണിക്കൂർ ട്രിപ്പാണ്. ആദ്യമേ നമ്മളടുത്ത് പറഞ്ഞത് 4 മണിക്കൂർ ട്രിപ്പാണെന്നുള്ളത്. പിന്നെ ജീപ്പിൽ നമ്മൾ കൊണ്ടുപോയത് ഒരു ജീപ്പിന് 2000 രൂപയാണ്. അങ്ങനെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് ഒക്കെ ഷൂട്ടിംഗ് ചെയ്ത സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മൂന്നാറിൽ വരുമ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ എല്ലാവരും വരണം കേട്ടോ. അടിപൊളി. സൂപ്പർ. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ അല്ലേ? വ്യൂ കാണാൻ അടിപൊളി.
ഇവിടെ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണ്. ഇവിടെ എത്തിയ ഉടനെ എമ്രുത അല്ലുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവന് താഴെ ഇറങ്ങണമെന്ന് ബഹളം. അങ്ങനെ അവൻ്റെ ഉപ്പ അവനെ കുറേ നേരം നടത്തിച്ചു. അവൻ നടന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ഞാൻ ഇനി അങ്ങോട്ട് പറഞ്ഞു തരാം, ഒരു വീഡിയോയിൽ കാണിച്ചു തരാവേ. മറ്റേ സീൻസ് മാത്രമായിരിക്കും. അത് പറഞ്ഞ് പിന്നെന്തോ ഡാൻസ്, ലുങ്കി ഡാൻസ് അങ്ങനെ എന്തോ, ലുങ്കി ഡാൻസ് അങ്ങനെ എന്തോ പറഞ്ഞു. അങ്കിള് പറഞ്ഞു. ക്യാമറമാൻ റിയാസിനോടൊപ്പം ഷദിയ, ഞാനീ ക്യാമറ പറയണം, പൊടി പറയണം. അത് ചെന്നൈ എക്സ്പ്രസ് അത് ഞാൻ സെയ്താൻ എവിടെ വന്ന്? ആന എവിടെ? ആനയെ കാണാൻ പോണ്ടേ? എമ്രു വാ പോവാ. എമ്രു മതി നടന്നത്, മതി. ആ വലിയ ആള്. ഷൂ നോക്ക്, നടന്ന ഷൂ അത് അതിൽ നമ്മളെ ഷൂല. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ വരുന്നവർ ഷൂ മാക്സിമം ഇടാതെ സാധാ ചെരുപ്പിട്ടിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബുദ്ധിയുള്ളവർ അങ്ങനെ മാത്രം ധരിക്കുക. കാരണം നമ്മൾ നടക്കുമ്പോൾ അറിയില്ല കേട്ടോ, നടന്ന് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴായിരിക്കും ചെരുപ്പിലൊക്കെ ചെളിയായിട്ടുള്ളത് കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. മാമി ഇറങ്ങിയില്ലേ? ഡാമാ അറിയാത്തല്ലേ ആരെയാണ് ഗൈസ്. ഞാനിത് അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ട്. ഇത് പൊന്മുടി ഡാം. ആക്ച്വലി ഇത് പൊന്മുടി ഡാമിൻ്റെ ബാക്കി പൊന്മുടി ഡാമിലാണേ. നമ്മൾ ചെന്നൈ എക്സ്പ്രസ് ഒക്കെ ഷൂട്ടിങ് ചെയ്താൽ അവിടുത്തെ ലൊക്കേഷൻ പോയതിന് ശേഷം രണ്ടാമത് ഡാമിലാണ് വന്നത്. ഇത് ബ്രിഡ്ജ്, ഒരു പാലം, താഴെ നല്ല വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. ഈ ഒരു ലൊക്കേഷനിൽ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവർ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്ക് വേറൊരു ഓഫർ തന്നിരുന്നു, അതായത് ആനക്കുളത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിന് പക്ഷേ എന്താണ്, പോകാൻ തന്നെ ഒരു 40 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ 40, പിന്നെ തിരിച്ച് 40 കിലോമീറ്റർ. അങ്ങനെ നമുക്ക് കിഡ്സുമായിട്ടൊക്കെ പോകാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുള്ളത് കാരണം നമ്മൾ ആനക്കുളത്ത് നമുക്ക് പോകാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടതാണ്, കാരണം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്, ആനയെ കാണണമെന്നേ. അതുകൊണ്ട് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടതാണ്. പക്ഷേ ഇത്രയും ട്രാവൽ ചെയ്യുന്നത് ഡിസ്റ്റൻസ് കൂടുതലായത് കാരണം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് രാവിലത്തെ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹോം സ്റ്റേയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവർ ഉച്ചയ്ക്ക് നിങ്ങൾ ആനക്കുളത്തും കൂടെ കൊണ്ടുപോയി ഒരു 2-2:30 ഇറങ്ങുകയാണെങ്കിൽ രാത്രി ഒരു 8-8:30 ആകുമ്പം തിരിച്ചു വരുന്ന രീതിയിലായിരിക്കും. പിന്നെ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞില്ലേ, ട്രാവൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നോക്കി പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഗൈസ്, നമ്മൾ അടുത്ത ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു പാലമാണ്, ഒരു ബ്രിഡ്ജാണ്. 100 വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ആ പാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാ കാണാമല്ലോ അല്ലേ, നല്ല വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ. കരിക്ക് ഫോർ മൈ എംറൂട്ടൻ. കരിക്ക് കുടിക്ക്. എംറൂട്ടനെ അല്ല പറഞ്ഞത്. വരുന്നേട്ടാ, ചപ്പിപ്പോയി. ഞാനും എംറൂണ്ട. நீ முத்திடுவ, என் பிள்ளைக்கு ஒன்றும் கிட்டாது. என் பிள்ளை பாவம் உரியில நீ அதுக்குள்ள அம்மா ஒரு சிப்பில் எல்லாத்தையும் முடிச்சிருவா. பிள்ளை கொடு, அந்த இதை கொடு. அவன் போதும் அந்த இதில் கொடு. பேக்கில் வண்டி. നമ്മൾ താഴെ പോണാ, നമ്മൾ വന്നത് പാലം. ഓ വേറെ ഇതെന്തോ സ്ഥലമാണ്.
നമ്മൾ ജീപ്പിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന 2 അങ്കിൾമാരും നല്ല അടിപൊളി അങ്കിൾമാരായിരുന്നു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, എവിടെയാണ് വരുന്നത് എന്നുള്ള എല്ലാ കാര്യവും പറഞ്ഞു. പിന്നെ ഇവിടെ സിപ്പ് ലൈനൊക്കെ അവൈലബിൾ ആണ്, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ സിപ്പ് ലൈനൊന്നും പോയില്ല. അവർ പോയാ തുണയമാക്കൽ വാട്ടർഫാൾസ്. വേറെന്തോണല്ലേ, ചുനയൻ മാക്കൽ എന്നല്ലേ എഴുതിയിരിക്കണം. ചുനയമാക്കൽ, പക്ഷേ ഞാൻ തുണയെന്നല്ലേ പറഞ്ഞ. ഗൈസ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചുനയമാക്കൽ വാട്ടർഫാൾ കാണിച്ചു തരാം. വാവ്, സൂപ്പർ അല്ലേ. വാട്ടർഫാൾ കാണിച്ചു തരാം. എമ്മറ് നല്ല ഉറക്കത്തിലാണ്. ശുണ്ടരൻ ഉറങ്ങിപ്പോയി, എൻ്റെ ശുണ്ടരാനെ ഉറങ്ങിപ്പോയി. ഫോൾ എത്തിയിട്ടുണ്ട്. വാട്ടർഫോൾ വാട്ടർഫോൾ കണ്ട പതുക്കെ ഇറങ്ങണേ. ഏത് ഹാരബ് ഇറങ്ങ്. എമ്മറുവാ വാട്ടർഫോൾ. ആണ് എടുക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ, അല്ല അവരെ വീഡിയോ എടുക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ചുനൈവാക്കൽ വാട്ടർഫോളിൽ വന്നിട്ടുണ്ട്. നല്ല രസമുള്ള വ്യൂ ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ ഡ്രോൺ വീഡിയോസ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അത് അതായത് ഡ്രോൺ വീഡിയോസ് ആണെങ്കിൽ പിക്ചേഴ്സ് എടുത്തിട്ട് അത് ക്യാഷ് കൊടുക്കണം. നമ്മൾ എത്രയാണെന്നുള്ളത് എനിക്ക് റേറ്റ് അറിയില്ല, അതും അവൈലബിൾ ആണ്. അപ്പം വേണമെന്നുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ്. നമ്മൾ ക്യാഷ് കൊടുക്കുമ്പം അവരെടുത്ത് തരും. അങ്ങനെ ഇവിടെ ഒരു ഫാമിലിയുടെ ഡ്രോൺ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ പോയി നിന്നതാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഡ്രോൺ വീഡിയോ എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പിന്നെ മാറിക്കൊടുത്തു. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്താൽ. കണ്ടില്ലേ, ഡ്രോൺ പറക്കുന്നുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ പോസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാനത് നോക്കി നിന്നു. അവരെ വാട്ടർഫോൾ കാണാൻ വന്നിട്ട് ഞാൻ ഡ്രോൺ വീഡിയോ എടുക്കുന്നത് നോക്കിക്കൊണ്ടാണ് നിന്നത് കുറച്ച് നേരം. അങ്ങനെ നമ്മളിവിടെ കുറേ നേരം നിന്നേട്ടോ. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സിപ്പ് ലൈനിലും പോകാൻ പറ്റും. അങ്ങനെ അറ്റ് ലാസ്റ്റ് മണി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ സ്പൈസ് ഗാർഡനിൽ കൊണ്ടുവന്നേ. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ട്, സ്പൈസസ് ഗാർഡൻ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ അകത്ത് കുറേ ആയുർവേദ ചെടികളുണ്ട്. അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് വരുന്ന മരുന്നൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചെടികളാണുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഈ ഒരു ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ഭാഷകളിലുള്ള ഗൈഡ് അവൈലബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മളിതാ അടുത്തൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഹോം സ്റ്റേയുടെ അടുത്തുള്ള റെസ്റ്റോറൻ്റാണ്. കുഴപ്പമില്ല, ഇവിടുത്തെ ഫുഡും ചോദിച്ചാൽ ഞാനൊരു ആവറേജ് റേറ്റിംഗ് കൊടുക്കും കേട്ടോ. അങ്ങനെ രാവിലത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇത് ഹോട്ടൽ സഫാരിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയേ. അങ്ങനെ ഏർലി മോർണിംഗ് ഇറങ്ങിയത് കാരണം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഫ്രഷായി റൂമിൽ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ലഞ്ച് കഴിക്കണം. അപ്പം ഇന്നിപ്പോൾ ക്വീൻസ് റെസ്റ്റോറൻറ്റ്, തൊട്ടടുത്തുള്ള ക്വീൻസ് റെസ്റ്റോറൻറ്റിൽ വന്ന് മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇതും ഞാൻ ആവറേജ് മീൽസാണെന്ന് പറയാം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അറിയാമല്ലോ, ഈ ഒരു സാഹചര്യത്തിൽ ആഹാരം കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് ഉള്ളതൊക്കെ തിന്നിട്ട് പോകണം. ഇങ്ങോട്ട് തിരിച്ച് അടുത്ത് നമ്മൾ ടീ എസ്റ്റേറ്റിലോട്ട് പോവുകയാണ്. അപ്പം അത് പോയത് നല്ല രസമാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ലൊക്കേഷനൊക്കെ തെറ്റി വേറെ ഏതൊക്കെയോ കാട്ടിലാണ് പോയി എത്തിപ്പെട്ടത്. എന്തായാലും എത്തിയ സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലവും അങ്ങനെ വെറുതെ വിട്ടിട്ടില്ല. പള്ളിവാസൽ ടീ എസ്റ്റേറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പള്ളിവാസൽ ടീ എസ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് കാണാം.
അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കുറേ വണ്ടി നിർത്തിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അല്ലേ. ഇവിടെ വന്നാൽ പിന്നെ ഫോട്ടോ എടുക്കാതെ പോകാൻ പറ്റൂലല്ലോ. ഒരുപാട് പേര് വണ്ടികളൊക്കെ നിർത്തി ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ പോയ ദിവസം പിന്നെ ചെറിയൊരു മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. പിന്നെ നമ്മൾ വന്നതിന് ശേഷമാണ് ഞാൻ നോക്കിയപ്പോൾ മൂന്നാറിലൊക്കെ നല്ല മഴയുണ്ടെന്നൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. അത് വെള്ളമോ കാണുന്നത്? അങ്ങനെ നമ്മൾ വഴി തെറ്റിയത് ടീ എസ്റ്റേറ്റിലോട്ട് പോവുകയാണേ. ടീ എസ്റ്റേറ്റ് എന്നും പറഞ്ഞ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, പക്ഷേ ടീ എസ്റ്റേറ്റ് എത്തിയില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നോട്ട് ഒരു ഇടവഴി പോലെ കണ്ടപ്പം ഇവിടെ ആയിരിക്കും എന്നും പറഞ്ഞ് ഇതിനകത്തോട്ട് കയറി വന്നപ്പം ഇവിടെ 2-3 വലിയ വലിയ ഹോട്ടലൊക്കെ ഞാൻ കണ്ടതല്ലാണ്ട് ഇവിടെ ഒരു എസ്റ്റേറ്റ് ഞാൻ കണ്ടില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി ഇവിടെയൊക്കെ കറങ്ങി നിന്നു, എക്സ്പ്ലോർ ചെയ്തിട്ട് കുറേ നേരം ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അവനെ ഇറക്കി ഇവിടെ ഇറങ്ങാൻ വേണ്ടി നോക്കിക്കൊണ്ട്. അങ്ങനെ പിന്നെ ടീ എസ്റ്റേറ്റ് 4 വരെ ഉള്ളൂ. അവിടെ 4:30 മുന്നേ പോകണമെന്നൊക്കെ പറഞ്ഞത് കാരണം പിന്നെ നമുക്ക് എന്തായാലും നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. നമ്മൾ രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എടുത്ത് വന്നപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. അതുകൊണ്ട് പിന്നെ എന്തായാലും വഴി തെറ്റി. ഇവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിയതിന് ശേഷം ഇനി ചായ കുടിക്കാമെന്നും പറഞ്ഞ് നേരെ ചായക്കടയും തപ്പി പോവുകയാണ്. അപ്പം ചായക്കടയും തപ്പി താഴോട്ട് പോയി അവസാനം നമ്മുടെ ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ബേക്കറി ഉണ്ട്. അപ്പോൾ ആ ബേക്കറിയിൽ കയറിയിട്ടാണ് പിന്നെ ചായയൊക്കെ കുടിച്ചത്. അപ്പോൾ ഒരു 2 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനിയും ഒരുപാട് പ്ലേസസ് ഉണ്ട്. മാട്ടുപ്പെട്ടി ഡാം, ഇരവിക്കുളം നാഷണൽ പാർക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു മൂന്നാറിലൊരു പാർക്കിൽ പോയിരുന്നു. അത് പിന്നെ ചെറിയ മഴയുടെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ചെളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പോകാൻ പറ്റാതെ തിരിച്ച് വരേണ്ടി വന്നു. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ ഇനിയും വേറെ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ ഒരു അത്യാവശ്യം വന്നത് കാരണം പിന്നെ തിരിച്ച് വരേണ്ടി വന്നു. അപ്പോൾ നമ്മളൊരു 2 ഡേയ്സ് മാത്രം നമുക്ക് ബേബീസിനെ വെച്ച് ട്രാവൽ ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് അപ്പം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ പൂജപ്പുര ക്രേവ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി, ഒന്നല്ല നമ്മളെല്ലാവരും കൂടെ നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള ചിക്കൻ ബിരിയാണി സത്യം പറഞ്ഞാൽ തീർന്നു കേട്ടോ. ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു, ഈവനിങ് ആയി. അപ്പോഴാണ് കയറിയത്. താത്തായൊക്കെ അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ അവിടുന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ എമ്രുവിന് ഹൈ ചെയർ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ കഴിക്കുന്നത് സ്വന്തമായിട്ട് കഴിക്കുമല്ലോ, അത് ഓർമ്മ ഒന്നും തോന്നുന്നു. എൻ്റെ അടുത്ത് പപ്പടമാണോ അല്ല മുട്ട ഇരുന്നിട്ട് അത് അവൻ്റെ ടേബിളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ഭയങ്കര ബഹളമാണ്. അവൻ എടുത്ത് കഴിച്ചോളാന്ന് സ്വയം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീടെത്തിയിട്ടുണ്ട്. ഈ ഗാലക്സിന്ന് കാണുന്നില്ലേ, അതാണ് എൻ്റെ വീട്. സോ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വ്ളോഗ്. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.